ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് മോർണിംഗ്. എങ്ങനുണ്ടായിരുന്നു ക്ലാസ്? എല്ലാവർക്കും ഓക്കെ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം പ്ലീസ്. നിങ്ങൾ മെസ്സേജ് അയക്കണ്ട, റെസ്പോണ്ട് ചെയ്താൽ മതി. ഓക്കെ, എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? റെസ്പോണ്ട് ചെയ്യാത്ത ഷഹന പുതുതായിട്ട് ജോയിൻ ചെയ്തതാണോ ഷഹന? ഓക്കെ, എങ്ങനെയുണ്ട് ക്ലാസ് കണ്ടിട്ട്? ഓക്കെ ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ, ഐ ടി ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടോ അതോ ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം ആണോ? നേരത്തെ പഠിച്ചിട്ടുണ്ടോ പ്രോഗ്രാമിംഗ്? ഓക്കെ ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? അരുൺ അരുൺ പറഞ്ഞേ, നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആ ഓക്കെ, പറഞ്ഞോളൂ. സ്ട്രിംഗ് സ്ലൈസിങ് എന്താണ്? അങ്ങനെയല്ല പറയേണ്ടത്. എന്താണ് സ്ട്രിംഗ് സ്ലൈസിങ് എന്താണ്? അത് എങ്ങനെ ചെയ്യണം എന്നല്ല ചോദിച്ചത്. എന്താണ് സ്ട്രിംഗ് സ്ലൈസിങ്? യെസ്, അതായത് സ്ട്രിംഗ് ആയിക്കോട്ടെ, ആ സ്ട്രിങ്ങിനെ പല പല പാർട്സ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ലൈസിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. സ്ട്രിങ്സിന് എന്തൊക്കെ മെത്തേഡ്സ് പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ ആദർശ്? ലെങ്ത് കണ്ടുപിടിക്കേണ്ട. ഓക്കെ, ലെങ്ത് കണ്ടുപിടിക്കുന്ന ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, ദെൻ അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതുവരെയുള്ളത് ഓക്കെ ആണോ എല്ലാവർക്കും? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ പുതിയ ടോപ്പിക്കിൽ പോവാണ്. ബേസിക് നമ്മൾ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് കുറച്ച് കുറച്ച് അഡ്വാൻസിലായിട്ട് നമ്മളിങ്ങനെ കേൾക്കൊണ്ടേയിരിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡൗട്ടും ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ നേരത്തെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇഫ്, എൽസ്, എലിഫ്, എൽസ് ഇഫ്, അതുപോലുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. അതെന്തിനാന്ന് വെച്ചാൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് കിട്ടാനാണ്. ഓക്കെ, നമ്മളൊരു ചോയ്സ് കൊടുക്കുന്നു. ഇപ്പൊ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടേണ്ടത് നമ്മൾ ചോയ്സ് ആയിരിക്കണം. അതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഫ്ലോ ഓഫ് പ്രോഗ്രാം ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് പ്രോഗ്രാമിന്റെ ഫ്ലോയിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. പൈത്തന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇഫ്, എൽസ് ആൻഡ് എലിഫ്. അപ്പൊ ഞാൻ ടോട്ടലി ഫസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം എന്താണ് ഇത്, എന്നിട്ട് ചെയ്തു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചും കൂടി വ്യക്തമായിട്ട്. ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൊടുക്കുമ്പോൾ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് ഇഫിലുള്ളത് തന്നെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഇനി നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇഫിലുള്ളത് പ്രിന്റ് ചെയ്യില്ല, പകരം എൽസിലുള്ളത് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഒന്നിലധികം കണ്ടീഷൻ അല്ലെങ്കിൽ രണ്ടിലധികം കണ്ടീഷൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. അത്രയും കണ്ടീഷൻസ് ഉള്ളപ്പോഴാണ് നമ്മൾ എലിഫ് യൂസ് ചെയ്യുന്നത്. അതായത് ഇഫിന്റെയും എൽസിന്റെയും സെന്ററിലായിരിക്കണം എലിഫ് യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ ഇഫിനും എലിഫിനും ഒക്കെ നമ്മൾ കണ്ടീഷൻ കൊടുക്കും, പക്ഷെ എൽസിന് നമ്മൾ ഒരിക്കലും കണ്ടീഷൻ കൊടുക്കില്ല. കാര്യം എന്താ? കണ്ടീഷൻസ് ഫോൾസ് ആണെങ്കിൽ മാത്രം പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്
എൽസി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത് ഒരു ഇഫ് കണ്ടീഷനുള്ളിൽ മറ്റൊരു ഇഫ് കണ്ടീഷൻ വരുന്നതിനാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഫിന്റെ എക്സാമ്പിൾ നോക്കാം. ഒരു വട്ടം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇഫ് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ ചെയ്യുവാണ്. എ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് 10 എന്ന് പറഞ്ഞൊരു വാല്യൂ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചു. എന്നിട്ട് ഇഫ് കണ്ടീഷൻ വെച്ചിട്ട് ഞാൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്. ഇഫ് എ ഗ്രേറ്റർ ദാൻ 5, അതായത് ഞാൻ കൊടുത്തിരിക്കുന്ന എ 5നേക്കാൾ വലുതാണോ എന്ന് ചെക്ക് ചെയ്യുവാണ്. 5നേക്കാൾ വലുതാണെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ പ്രിന്റിൽ കൊടുക്കുവാണ് യെസ് എന്ന് പറഞ്ഞ് പ്രിന്റിൽ കൊടുത്തു. കണ്ടോ, ഞാൻ തന്നെ യെസ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണോ അത് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചില്ലേ, ആദ്യമേ നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ അവിടുത്തെ കേസിൽ നമ്മൾ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്ന ബൂളിയൻ വാല്യൂസ് ആയിരിക്കും. ഒന്നെങ്കിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഇവിടുത്തെ കേസിൽ ആ ട്രൂക്കും ഫോൾസിനും പകരം നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നു. പ്രിന്റ് ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്ത് കിട്ടുമെന്ന് നമ്മൾ തന്നെ കൊടുക്കുന്നു. ഓക്കെ, അതേ ഉള്ളൂ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇവിടുത്തെ കണ്ടീഷൻ എക്ക് നമ്മൾ 10 എന്ന് പറഞ്ഞൊരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തു 5നേക്കാൾ എ വലുതാണോ എന്ന്. വലുതാണെങ്കിൽ യെസ് എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടും. നമുക്ക് നോക്കാം, വലുതാണ്. സോ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്ത് കിട്ടി? യെസ് എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടി. ഇനി നമുക്ക് വേറൊരു കണ്ടീഷനും കൂടി കൊടുത്താലോ? വേറൊരു കണ്ടീഷനും കൂടി കൊടുക്കുന്നു. അടുത്ത ഇഫ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നു ഇഫ് 50 കൊടുക്കുന്നു 5ന് പകരം. ഓക്കെ, അതായത് 50യേക്കാൾ വലുതാണ് എ എന്നാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആണെങ്കിൽ നമുക്ക് ഈ യെസ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും പ്രിന്റ് ചെയ്ത് കിട്ടില്ല. ഈ എസ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ എസ് ആണ്. രണ്ടാമത്തെ കേസിൽ നമുക്ക് ഒന്നും പ്രിന്റ് ചെയ്ത് കിട്ടില്ല. കാര്യം എന്താ? കണ്ടീഷൻ ഫോൾസ് ആണ്. കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് തന്നെ ഈ എസ്സിലേക്ക് കയറില്ല. 50യേക്കാൾ വലുതല്ല എ. സോ ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. ഫോൾസ് ആയതുകൊണ്ട് ഈ എസ്സിലേക്ക് വരില്ല. പകരം എസ്സിൽ വന്നില്ലെങ്കിൽ അടുത്തത് എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത് ആ സമയത്തായിരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എൽസി യൂസ് ചെയ്യുന്നത്. എസ് അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? നോ ആയിരിക്കും. പക്ഷെ നമുക്ക് ഇവിടെ നോ എന്ന് റിട്ടേൺ ചെയ്ത് കിട്ടിയിട്ടില്ല. കാര്യം എന്താ? ഞാൻ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ല നോ എന്ന് പ്രിന്റ് ചെയ്ത് വരണം. സോ ഇനി ഞാൻ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നു നോ. ഓക്കെ, യെസ് വർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ നോ വർക്ക് ചെയ്യാം. അതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് അവിടെ നോ എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടി. കാര്യം എന്താ? ഈ സ്റ്റേറ്റ്മെന്റില് 50യേക്കാൾ ചെറുതാണ് എ. സോ ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. സോ എസ് വർക്ക് ചെയ്ത് ഫോൾസ് ആയതുകൊണ്ട് എന്ത് ചെയ്തു? എസ് പാർട്ടിലുള്ള നോ വർക്ക് ചെയ്ത് കാണിച്ചു. അപ്പോ ഫസ്റ്റത്തെ കേസിൽ നമ്മൾ റൺ ചെയ്തപ്പോൾ ഒന്നും വന്നില്ല. അതിന്റെ റീസൺ എന്താ? അത് തെറ്റാണെങ്കിൽ നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല, അതാണ് അത് വരാത്തത്. സോ ഇങ്ങനെയാണ് ഇഫ് യൂസ് ചെയ്യുന്നത്. എൽസും യൂസ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇഫും എൽസും കഴിഞ്ഞ് ഈ ഒരു ഫുൾ കോളൻ ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരു ടാബ് സ്പേസ് കഴിഞ്ഞിട്ട് ഒരു പ്രിന്റ് ഫംഗ്ഷൻ കൊടുക്കാവും. ഇല്ലെങ്കിൽ നമുക്ക് എറർ വരും. ഇതാണ് ബേസിക് ആയിട്ട് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നതിന്റെ ബോഡി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ജസ്റ്റ് എക്സാമ്പിൾ മാത്രമാണ്, നമുക്ക് വേറെയും ചെയ്ത് നോക്കാം. ഇത് ഓക്കെ ആണ്? ഓക്കെ, ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ഇതുപോലെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാം. എങ്കിൽ മാത്രമേ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഓക്കെ ആണ്. ഇല്ലെങ്കിൽ ഞാൻ സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ ചിലവർക്ക് സ്പീഡിൽ പോകുന്ന പോലെ തോന്നും. സോ അവർ മിണ്ടാതിരിക്കരുത്, അവർ പറയുക. ഓൾറെഡി ഇത് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി സ്പീഡിൽ പോകുന്നത്. ഞാനിവിടെ യെസ് എന്നും നോ എന്നും കൊടുത്തതിന് പകരം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. നമ്മുടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിലാണ് ഞാൻ എസ് കൊടുത്തത്, ഫോൾസ് ആയതുകൊണ്ട് നോ കൊടുത്തു. എൽസ് സ്റ്റേറ്റ്മെന്റിൽ ഒരിക്കലും നമ്മൾ കണ്ടീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താ? ഈ സ്റ്റേറ്റ്മെന്റിൽ ഓൾറെഡി ഒരു കണ്ടീഷൻ കൊടുത്തെന്ന് വിചാരിക്കുക. ആ കണ്ടീഷൻ തെറ്റാണെങ്കിൽ മാത്രമേ എൽസിലേക്ക് പോകും. ഇല്ലെങ്കിൽ ആ ഇഫിലുള്ളത് തന്നെ പ്രിന്റ് ചെയ്ത്. സോ എൽസിൽ ഒരിക്കലും കണ്ടീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ,
ഇത് മനസ്സിലാവുന്ന രീതിയിൽ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചു തരാം. ഇത് ഒരുമിച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ രണ്ട് നമ്പേഴ്സ് കൊടുക്കുവാണേ. N1 എന്ന് പറഞ്ഞ ഒരു നമ്പറും N2 എന്ന് പറഞ്ഞ ഒരു നമ്പറും കൂടി ഞാൻ ഇവിടെ കൊടുത്തു. എന്നിട്ട് ഈ രണ്ട് നമ്പറിനും വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക, കാര്യം കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. N1ലേക്ക് ഞാൻ 10 എന്ന് പറഞ്ഞൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു. അതുപോലെ N2ലേക്ക് 5 എന്ന് പറഞ്ഞൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതായത് ബിനേക്കാൾ വലുതാണ് എ അല്ലെങ്കിൽ എനേക്കാൾ ചെറുതാണ് ബി എങ്കിൽ ഈ പ്രിന്റ് ഫംഗ്ഷൻ ചെയ്യാം. ഇവിടുത്തെ കേസിൽ എ ആണ് വലുത്. സോറി, എയും ബിയും അല്ലല്ലോ, N1ഉം N2 അല്ലേ നമ്മൾ കൊടുത്തേ. N1 N2 ഇവിടുത്തെ കേസിൽ വലുത് N1ഉം ചെറുത് N2 ആണ്. ഞാൻ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ശരിയാണ്, തിരിച്ചും കൊടുക്കാം. ഇവിടുത്തെ കേസിൽ ഞാൻ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ തെറ്റാണ്. സോ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഇഫിലുള്ളത് വർക്ക് ചെയ്യാൻ ഞാൻ പറയുവാണ് ഫോൾസ്. ഓക്കെ, false, N1 is greater. ഓക്കെ, അല്ലെങ്കിൽ എൽസ് പാർട്ടി കൊടുക്കുന്നു. എൽസ് പ്രിന്റ് ഓഫ് ട്രൂ N2 is greater. ചുമ്മാ ഒരു എക്സാമ്പിൾ കൂടി കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഇതും കൂടി ചെയ്ത് നോക്കാം. ഇവിടുത്തെ കേസിൽ N1 ആണ് വലുത്, സോ എൽസ് പാർട്ട് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. കണ്ടോ, ട്രൂ N2 is greater. ഓക്കെ, ഇതും കൂടി ചെയ്ത് നോക്കുക.
യൂസ് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാൻ പോവാണ്. ഒരു നമ്പർ കൊടുക്കുന്നു. ആ നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുവാണ്. അത് ഇഫ് എൽസ് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഒരു നമ്പർ കൊടുക്കുന്നു. എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൽ ഒരു നമ്പർ സ്റ്റോർ ചെയ്തു. 7 എന്ന് പറഞ്ഞ ഒരു നമ്പർ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി ഈ നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. അതിനുവേണ്ടി ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നു. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സ് എന്ന് പറഞ്ഞ നമ്പർ സീറോയേക്കാൾ വലുതാണെങ്കിൽ അത് പോസിറ്റീവ് ആണെന്ന് ഞാൻ പ്രിന്റ് ചെയ്യിക്കുന്നു. പ്രിന്റ് പോസിറ്റീവ് നമ്പർ, അല്ലെങ്കിൽ അത് നെഗറ്റീവ് നമ്പർ എന്ന് പ്രിന്റ് ചെയ്യും. എൽസ് പാർട്ടിൽ കൊടുക്കാം. എൽസ് ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കി. 7 എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പർ ആണ്. സോ നമുക്ക് പോസിറ്റീവ് നമ്പർ റിട്ടേൺ ചെയ്തിരിക്കും. നെഗറ്റീവ് നമ്പർ ആണെങ്കിലോ, നെഗറ്റീവ് നമ്പറിന്റെ എക്സാമ്പിൾ ചെയ്ത് നോക്കാം. -2 കൊടുക്കുന്നു. -2 എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പർ ആണ്. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ല, എക്സ് ലെസ് ദാൻ 0 ആണ്. സോ എൽസ് പാർട്ടിലെ നെഗറ്റീവ് നമ്പർ ആയിരിക്കും ഇത്. ഇതുപോലുള്ള ഒരുപാട് പ്രോഗ്രാംസ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയോ ഈ ഒരു കൺസെപ്റ്റ്? ഓക്കെ ആണോ? ചെയ്ത് നോക്കുക. ഓക്കെ ഓക്കെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലോജിക്ക് ചിന്തിക്കുക. എങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു നമ്പർ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി 0 വെച്ച് നോക്കുക. 0യേക്കാൾ വലുതാണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ആ ഒരൊറ്റ കണ്ടീഷൻ കൊണ്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തരാം. ഇത് തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കുക. ഓക്കെ. എന്നിട്ട് ഞാൻ പറയുന്ന ആള് പറയുക എങ്ങനെയാ ചെയ്തേന്ന്. ഇത് ചെയ്ത് നോക്കിയിട്ട് പറയണേ. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവ് നമ്പർ ചെയ്ത് കഴിഞ്ഞവർ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ഇത് തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കുക. ചെക്ക് ദി ഗിവൺ നമ്പർ ഈസ് ഓഡ് ഓർ ഈവൻ. ഓക്കെ, ഇത് പൊതുവേ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും എല്ലാവരും ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അത് പൈത്തന്റെ രീതിയിൽ വരുമ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന ആള് ഒന്ന് പറയുക എങ്ങനെ ചെയ്യാം.
കംപ്ലീറ്റ് ചെയ്തോ? ചെയ്തവരാരെങ്കിലും ഉണ്ടോ? ഓക്കെ, എങ്ങനെയാ ചെയ്തതെന്ന് പറഞ്ഞേ. ചെയ്തത് എങ്ങനെയാണെന്നൊന്ന് പറയാ. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നോ എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് ഇടുക. നിങ്ങൾ ധൈര്യമായിട്ട് ഇടുക. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ധൈര്യമായിട്ട് പറയാം കിട്ടാത്ത. അൻസിയക്ക് കിട്ടിയോ? അൻസിയ. ഓക്കെ, ഹസ്ന. ഹസ്ന ആൻഡ് ഷഹന, നിങ്ങൾക്ക് കിട്ടിയോ? അൻസിയ ഓക്കെ, മ്യൂട്ട് ചെയ്തു. ഹസ്ന ആൻഡ് ഷഹന, ആദർശ് ചന്ദ്രൻ, അഭിഷേക് ആൻഡ് ആദർശ് കെ. നിങ്ങൾ എല്ലാരും ഒന്ന് മെസ്സേജ് ഇട്ടു. കിട്ടിയവർ യെസ്, കിട്ടാത്തവർ നല്ലൊരു മെസ്സേജ് ഇട്ടേ. ഓക്കെ, കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട്, കുറച്ച് പേർക്ക് കിട്ടിയിട്ടില്ല. കുഴപ്പമില്ല. അപ്പൊ ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഓഡ് നമ്പറും ഇവൺ നമ്പറും കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ അതിന്റെ ലോജിക്ക് ചിന്തിക്കുക. അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വലുതാണെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചെയ്യും. അപ്പൊ ഓഡ് നമ്പർ ഇവൺ നമ്പർ ആണെങ്കിലോ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഏതൊരു നമ്പർ ആണെങ്കിലും അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടുവാണെങ്കിൽ അത് എന്തായിരിക്കും? അത് ഉറപ്പായിട്ട് ഒരു ഇവൺ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഓഡ് നമ്പർ ആയിരിക്കും. സോ ആ ഒരു ലോജിക്ക് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ ഇ എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്തു, ഇതിലേക്ക് 9 എന്ന് പറഞ്ഞൊരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചു. ഈ 9 ഓഡ് ആണോ ഇവൺ ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യാൻ പോവാണേ. അപ്പൊ അതിനുവേണ്ടി കണ്ടീഷൻ, ഇഫ് എ മോഡ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഇന്നു ഇവൺ നമ്പർ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഉറപ്പായിട്ടും അത് ഓഡ് നമ്പർ ആയിരിക്കും. സോ എൽസിൽ ഓഡ് നമ്പർ കൊടുക്കാം. എൽസ് പ്രിന്റ് ഓഡ് നമ്പർ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഓഡ് നമ്പറും ഇവൺ നമ്പറും ഡിഫറൻസ് കണ്ടീഷൻ യൂസ് ചെയ്ത് ചെയ്യുന്നത്. കിട്ടാത്തവര് പെട്ടെന്ന് ചെയ്യും. 9 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ്. സോ നമുക്ക് ഓഡ് നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ 2 കൊടുക്കുമെന്ന് വിചാരിക്കാം. 2 ഒരു ഇവൺ നമ്പർ ആണ്. സോ നമുക്ക് ഇവൺ എന്നായിരിക്കും റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. കണ്ടോ, ഇവൺ നമ്പർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ,
കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഇതിന്റെ തന്നെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ തന്നെ നിങ്ങൾ നോക്കുക. ഇവൺ നമ്പർ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ഇഫിന് പകരം എലിഫ് ആക്കും. ഓക്കെ, ഞാനൊരു ഇഫ് കണ്ടീഷൻ ഇവിടെ കൊടുക്കുകയാണ്. ഇഫ് ഈക്വൽ ടു സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യും. സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സീറോ എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്ത് കിട്ടും. അപ്പൊ ഇവിടുത്തെ കേസിൽ ഒന്നുമില്ല, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് വർക്ക് ആവും. ഓക്കെ, ഇപ്പൊ ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ് വർക്ക് ആയിട്ടുണ്ട്. ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യും, ഇവൺ ആണോ എന്ന് ചെക്ക് ചെയ്യും, സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇവൺ ആണെങ്കിൽ ഈ ഇവൺ വർക്ക് ആവും, ഓഡ് ആണെങ്കിൽ ഇത് വർക്ക് ആവും, സീറോ ആണെങ്കിൽ ഇത് വർക്ക് ആവും. ഫസ്റ്റ് ഞാൻ 2 കൊടുത്തു. 2 എന്ന് പറയുന്നത് ഇവൺ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവൺ നമ്പർ പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി ഞാൻ ഈയുടെ വാല്യൂ സീറോ കൊടുക്കാന്ന് വിചാരിക്കുക. സീറോ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റത്തെ കണ്ടീഷൻ ഇക്ക് ഈക്വൽ സീറോ ആയതുകൊണ്ട് തന്നെ സീറോ ആണെന്ന് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. കണ്ടോ? അപ്പൊ അതുപോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഉള്ള സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എലിഫ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ ഓടാണോ ഇവണാണോ എന്ന് മാത്രമല്ല ചെക്ക് ചെയ്തത്. സീറോ ആണ് നമ്പറെങ്കിൽ സീറോ എന്ന് റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഓട് അല്ലെങ്കിൽ ഇവൺ. ഇത് മാത്രമല്ല കിട്ടൂ. സീറോ കൂടെ വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു കണ്ടീഷനും കൂടി ആഡ് ചെയ്തു, സീറോ. നമുക്ക് അത് പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറയുന്ന നമ്പർ ആണെങ്കിലോ, പോസിറ്റീവ് നെഗറ്റീവ് അല്ലെങ്കിൽ സീറോ ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം നമ്മൾ എക്സ്ട്രാ കൊടുത്താൽ മതി. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഒരു എലിഫ് കണ്ടീഷൻ കൊടുത്തതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാം? ഞാൻ ഇവിടെ എലിഫ് കൊടുക്കാന്ന് വിചാരിക്കാം. എന്നിട്ട് ആദ്യം കണ്ടീഷൻ കൊടുക്കുന്നു. ഇഫ് എക്സ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ പ്രിന്റിൽ എന്ത് ചെയ്ത് കാണിക്കാം? നെഗറ്റീവ് നമ്പർ അല്ലാതെ സീറോ അല്ലാതെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് സീറോ ഇവൺ നമ്പർ ആയിട്ടായിരിക്കും കിട്ടുന്നത്. പക്ഷെ സീറോ ഇവൺ നമ്പറും അല്ല, ഓഡ് നമ്പറും അല്ല. അത് ഇവൺ നമ്പർ ആണ്, പക്ഷെ നമുക്ക് സീറോ ആണ് കൊടുക്കുന്നെങ്കിൽ സീറോ എന്ന് തന്നെ റിട്ടേൺ ചെയ്ത് കിട്ടുന്നെങ്കിൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇഫ് എന്താന്ന് ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവർക്കും? ചെയ്ത് നോക്കുക.
ഓക്കെ. ഇപ്പൊ നമ്മള് 3 കണ്ടീഷൻ വെച്ചിട്ടല്ലേ ചെയ്തത്. ഇനി മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഉണ്ടെങ്കിലോ? അതായത് ഒന്നിലധികം അല്ലെങ്കിൽ മൂന്നിലധികം കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നും കൂടി നമുക്ക് നോക്കാം. എന്നിട്ട് ഇത് ബേസ് ചെയ്ത് ഞാനൊരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് തരാം. ഓക്കെ. അപ്പൊ ഞാനിപ്പോ പ്രിന്റ് ചെയ്യാൻ പോകുന്നത് നമ്മള് ഒരു നമ്പർ കൊടുത്തു. ആ നമ്പർ നമ്മൾ ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്തിട്ട് സൺഡേ സാറ്റർഡേ വരെയുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ ഡേയ്സ് ആയിരിക്കണം പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ 5 കൊടുത്തെന്ന് വിചാരിക്കാം. അപ്പൊ 5 എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് കറസ്പോണ്ടിങ് ഡേറ്റ് നമുക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ ഞാൻ കണ്ടീഷൻ കൊടുക്കുവാണ്. ഇഫ് n ഈക്വൽ ടു 1, എന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ പ്രിന്റ് ചെയ്യാം സൺഡേ എന്ന് പ്രിന്റ് ചെയ്യാം. ഓക്കെ, പ്രിന്റ് സൺഡേ എന്ന് പ്രിന്റ് ചെയ്യാം. ദെൻ അടുത്ത എലിഫ് കൊടുക്കുന്നു. എലിഫ് n ഈക്വൽ ടു 2 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യാം? പ്രിന്റ് മൺഡേ എന്ന് പ്രിന്റ് ചെയ്യാം. ദെൻ അടുത്ത എലിഫ് കണ്ടീഷൻ കൊടുക്കുന്നു. എലിഫ് n ഈക്വൽ ടു 3 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? പ്രിന്റ് ട്യൂസ്ഡേ. ഓക്കെ, ഒരു എലിഫും കൂടി കൊടുക്കാം. n ഈക്വൽ ടു 4 ആണെങ്കിൽ പ്രിന്റ് വെനസ്ഡേ. ഓക്കെ, ഞാനിപ്പോ ഇത്രേ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ 1 to 7 തന്നെ കൊടുക്കണം. ഞാനിപ്പോ 4 വരെ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ 1 to 4 അല്ല, ഈ എന്നിന്റെ വാല്യൂ 1 to 4 അല്ലാതെ വേറെ എന്തെങ്കിലും വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നേരെ എന്തിലേക്ക് പോകും? കണ്ടീഷൻ ഇല്ലാത്ത എൽസിലേക്ക് പോകും. എൽസിൽ പോയിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കും, ഇൻവാലിഡ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പൊ ഞാനിവിടെ 2 ആണ് കൊടുത്തത്. 2 കൊടുത്ത് റൺ ചെയ്യുവാണെങ്കിൽ 2ന് നേരെ എന്താ വന്നിരിക്കുന്നത്? മൺഡേ. എന്നിന്റെ വാല്യൂ 2 ആണെങ്കിൽ മൺഡേ എന്ന് പ്രിന്റ് ചെയ്യാനാണ് ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്ത് കിട്ടും? മൺഡേ എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടും. കണ്ടോ? ഇനി എന്നിന്റെ വാല്യൂ ഞാൻ ഇൻവാലിഡ് കൊടുക്കാന്ന് വിചാരിക്കും. അതായത് എൽസ് പാർട്ട് വർക്ക് ചെയ്യണം എനിക്ക്. സോ ഞാൻ എന്നിന്റെ വാല്യൂ ഒരു 7 ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. 7 കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്ത് കിട്ടും? ഇൻവാലിഡ് ആയിരിക്കും പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. കാര്യം എന്താ? ഇവിടെ 7 എന്നിന്റെ വാല്യൂ 7 ആവുമ്പോ എന്ത് പ്രിന്റ് ചെയ്യണമെന്ന് നമ്മൾ കൊടുത്തിട്ടില്ല. സോ എൽസ് പാർട്ടില് ഇതൊന്നും അല്ല എങ്കിൽ ഇൻവാലിഡ് ആയിരിക്കും പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആയോ? ഓക്കെ, ചെയ്ത് നോക്കുക. മൾട്ടിപ്പിൾ എലിഫ് കണ്ടീഷൻ വരുമ്പോൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഓക്കെ.
ഓക്കെ ആണോ? കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടോ ഇന്നത്തെ ക്ലാസ്? നമ്മളിന്ന് കുറച്ചധികം കാര്യങ്ങൾ നോക്കി. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് തന്നെയാണ്, ഒരേ പ്രോഗ്രാംസ് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. അത്രയും ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇതിൽ ഡൗട്ട് ഒന്നുമില്ല, ഓക്കെ ആണെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരും. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇപ്പൊ തന്നെ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ. ഇപ്പൊ തന്നെ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ എവിടെയും നോക്കാതെ തന്നെ ചെയ്യാൻ നോക്കുക. ഇത് തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾ ചെയ്ത് ഗ്രൂപ്പിലിടുക. അതായത് നമ്മൾ എലിഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്ത് ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്ത് റിട്ടേൺ ചെയ്ത് വെക്കുക. ഓക്കെ. ഒരു മാർക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ. എന്നിട്ട് ഇഫ് കണ്ടീഷനിൽ മാർക്ക് ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ പ്രിന്റ് എ ഗ്രേഡ്, 80 ആണെങ്കിൽ പ്രിന്റ് ബി ഗ്രേഡ്, 70 ആണെങ്കിൽ സി ഗ്രേഡ്, അങ്ങനെ ഫെയിൽ വരെ കൊടുക്കുക. ഇതൊന്നും അല്ല എങ്കിൽ എൽസ് പാർട്ടിയിൽ ഫെയിൽ കൊടുക്കുക. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? ഞാനിപ്പോ ഇത് പറഞ്ഞു തന്നത് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ അങ്ങനെ ഞാൻ പറഞ്ഞു തരില്ല. ഇനി ഒന്നും കൂടി പറയാം. ഒരു ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ നമ്പേഴ്സ് കൊടുത്ത് റിട്ടേൺ ചെയ്ത് ഡേയ്സ് പ്രിന്റ് ചെയ്യുന്നത് പോലെ തന്നെ മാർക്ക് കൊടുത്തിട്ട് കറസ്പോണ്ടിങ് ഗ്രേഡ് പ്രിന്റ് ചെയ്യുക. ഓക്കെ. എലിഫ് എലിഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്ത് സിമ്പിൾ ആയിട്ട് അത് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ. മാർക്ക് കൊടുക്കുക, മാർക്ക് കൊടുത്തിട്ട് കറസ്പോണ്ടിങ് ഗ്രേഡ് പ്രിന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കോളൂ. നെസ്റ്റഡ് ഇഫ് യൂസ് ചെയ്യണ്ട, അത് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. പഠിച്ചു കഴിഞ്ഞിട്ട് അത് യൂസ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഇഫ്, എൽസ്, എലിഫ് അത് യൂസ് ചെയ്ത് ചെയ്യുക. ഒന്നുമില്ല, ജസ്റ്റ് മാർക്ക് എന്ന് പറഞ്ഞ ഒരു മാർക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് കണ്ടീഷൻ കൊടുക്കുക. ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ എ ഗ്രേഡ്, എലിഫ് ഗ്രേറ്റർ ദാൻ 80 ആണെങ്കിൽ ബി ഗ്രേഡ്, അങ്ങനെ ഡി ഗ്രേഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അവിടം വരെ ഗ്രേഡ് കൊടുക്കുക. നിങ്ങൾ കൊടുത്ത കണ്ടീഷൻസ് ഒന്നും അല്ല വർക്ക് ആയതെങ്കിൽ എൽസ് പാർട്ടിൽ ഫെയിൽ ആക്കുക. അപ്പൊ ഒരു ഫെയിലും ചെയ്യുക, ഒരു ഗ്രേഡും ചെയ്യുക. രണ്ടും ചെയ്ത് നിങ്ങൾ ഇപ്പൊ തന്നെ സബ്മിറ്റ് ചെയ്യുക. അപ്പൊ അതിന്റെ കൂടെ അത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ നിങ്ങൾ ഇന്നത്തെ ഡേറ്റാസും കൂടെ അയക്കുക. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുക. ഡൗട്ട് ഇല്ലാത്തവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ആവാം, ലെഫ്റ്റ് ആയിട്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.